ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ? പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് നമ്മുടെ പേയ്മെൻ്റ് എന്തായി? ഇന്നായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയൂല. ഓൾറെഡി 4-5 മാസമായില്ലേ. ഇനിയിപ്പോൾ ലീഗലായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ. എന്താണ്? എന്തു പറ്റി? ടെൻഷനിലാണല്ലോ. കുറേ പെൻഡിങ് പേയ്മെൻറ്റ്സ് ഉണ്ട്. അവർക്കിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ വിളിച്ച് വെച്ചിട്ടുള്ളൂ. അവരിങ്ങനെ ഡിലേ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇനി ലീഗലി മൂവ് ചെയ്യാമെന്ന് നമുക്ക് വിചാരിക്കും. ലീഗലി മൂവ് ചെയ്യാനാണെങ്കിൽ 3 ഓപ്ഷൻസ് ആണ് ഇപ്പം നമുക്ക് നിലവിൽ ഖത്തറിലുള്ളത്. ചെക്ക് ഉള്ള മാറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് റിജക്ഷൻ ലെറ്റർ കൈപ്പറ്റിയിട്ട് നമുക്കൊരു ചെക്ക് കേസ് ഫയൽ ചെയ്യാം. ചെക്ക് കേസ് രജിസ്റ്റർ ആകുന്നതോട് കൂടിയിട്ട് അവർക്ക് ട്രാവൽ ബാൻ വരും. രണ്ടാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് പ്രപ്പോസൽസ്, ഇൻവോയ്സസ് ഇതൊക്കെയാണ് നമ്മളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർട്ടിൽ നമുക്ക് സിവിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് നമുക്ക് ഡെപ്റ്റ് റിക്കവറി ചെയ്യുന്ന ഒരുപാട് ഏജൻസീസ് അവൈലബിൾ ആണ്. അവർ നമുക്കിപ്പം ഈ ക്ലയൻറ്റുമായിട്ട് ഇനിയും റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റിന് നമുക്ക് ഇവരെ ഉപയോഗപ്പെടുത്താം. ഒരു നിശ്ചിത പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എമൗണ്ട് റീകവർ ആയിട്ട് കിട്ടും. ഈ 3 ഓപ്ഷൻസ് ആണ് നിലവിലുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ക്ലയൻറ്റുമായിട്ടുള്ള റിലേഷൻ, പിന്നെ നമ്മുടെ ടൈം, ഈ ഒരു ഫാക്ടേഴ്സൊക്കെ താരതമ്യപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഓപ്ഷനാണ് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യാം. ഓ, അത് ശരി, അങ്ങനെയാണല്ലേ. ഏതായാലും ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം.